സദ്ഗുരുവേ ശരണം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് അറിയാത്തത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ കുറെ പഠിക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഇങ്ങനെ കൂടി വരും. അപ്പൊ തുടക്കം മുതൽ എല്ലാ സംശയങ്ങളും തീർത്ത് പോണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ക്ലാസ് മുതൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചു വരുമ്പോൾ അപ്പോൾ ഇതെന്താ അങ്ങനെ എന്ന് നമുക്കൊരു ഡൗട്ട് ഉള്ളിൽ വരും. അപ്പം ആ വരാൻ പോകുന്ന ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഓർഡറിലല്ല, അപ്പം കാണുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോയാൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ റെഡിയാണോ? ഇഫ് യു ആർ റെഡി, let's get started. So welcome to English Guru's brand new episode. I am Ashalada Srijit. ഇപ്പോൾ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ ഒരു സെന്റൻസിലുള്ളത്? ജോൺ walks daily to his office. ജോൺ ഒരാളുടെ പേരാണ് അല്ലേ? അപ്പോൾ പേരിന് നമ്മൾ എന്താ പറയുക? എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിന് നമ്മൾ പറയുന്നത് നൗൺ എന്നാണ്. പേരുകൾ, അതാണ് നൗൺ എന്ന് പറയുന്നത്. എന്തിൻ്റെ പേര് വേണമെങ്കിലും ആകാം. അപ്പം ഇവിടെ ജോൺ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഓക്കെ. ജോൺ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ജോൺ എന്നും ഓഫീസിലേക്ക് നടന്നാണ് പോകാറ്. എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ വാക്സ് എന്ന് പറഞ്ഞാൽ നടക്കാറ് അല്ലെങ്കിൽ നടന്നാണ് പോകാറ് എന്നുള്ള അർത്ഥത്തിലാണ് വാക്സ്. ഡെയിലി, എന്നും. എങ്ങോട്ട്? ടു ഹിസ് ഓഫീസ്. അപ്പോൾ ഇവിടെ ഓഫീസിലേക്ക്. അപ്പോൾ ജോൺ ആണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സെൻറ്റൻസിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്, ആ ആളാണ് ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഏത് വിഷയത്തിനെ കുറിച്ചാണ് ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്, ആ വിഷയം, അത് ചിലപ്പോൾ ആളാകാം, ചിലപ്പോൾ ഒരു സ്ഥലമാകാം, ചിലപ്പം ഒരു പ്രശ്നമാകാം, എന്തു വേണമെങ്കിലും ആകാം. അപ്പോൾ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വാക്സ് എന്ന് പറയുന്നത് വേർബാണ്, ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റും വേണം, ആ സബ്ജക്റ്റ് എന്തെങ്കിലും പ്രവൃത്തിയും ചെയ്യണം. ഇവിടുത്തെ വേർബ് ഏതാണ്? വാക്സ്. ഡെയിലി, എന്നും എന്ന് പറയുമ്പോൾ ഈ നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണമല്ലേ, എന്നും നടക്കുമെന്ന്. അപ്പം നടക്കുമെന്ന് പറയുന്ന വേർബിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമായതുകൊണ്ട് ഈ ഡെയിലി എന്ന് പറയുന്ന വേർഡിൻ്റെ പേരെന്താണെന്നറിയോ? ആഡ്വർബ്. വേർബിനെ കുറിച്ചുള്ള കൂടുതൽ വിവരം നമുക്ക് തരുന്നു. എന്നും നടക്കുമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഡെയിലി എന്നുള്ളത് ഇവിടെ ആഡ്വർബാണ്. ഇനി എങ്ങോട്ടേക്കാണ് നടക്കുന്നത്? ഡയറക്ഷൻ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്? ടു. അപ്പം ഡയറക്ഷൻ കാണിക്കുന്നതാണ് ടു. അപ്പം ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയോ? ഡയറക്ഷൻ കാണിക്കുന്ന ആ വേർഡിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? പ്രൊപ്പസിഷൻ. ഞാൻ പ്രൊപ്പസിഷനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടോളൂ. അപ്പം ടു എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ. എങ്ങോട്ടാണ് പോകുന്നത്? ടു ഹിസ് ഓഫീസ്. അപ്പോൾ ഹിസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പ്രൊനൗൺ. കാരണം ഹിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? ജോണിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ജോൺ എന്ന് പറഞ്ഞാൽ നൗൺ അല്ലേ, പേര്. അപ്പോൾ വീണ്ടും ജോൺ എന്ന് പറയുന്നതിന് പകരം അയാളുടെ ഓഫീസിലേക്ക്, ജോൺ എന്നും അയാളുടെ ഓഫീസിലേക്ക് നടന്നാണ് പോകാറ് എന്നാണ് മലയാളം. അപ്പം അയാളുടെ, അപ്പം ഹിസ്, അപ്പം അത് ഒരു പ്രൊനൗൺ ആണ്. ഓക്കെ. ഹിസ് ഓഫീസ്. അപ്പോൾ എങ്ങോട്ടാണ് ഈ നടന്നു പോകുന്നത്? ഓഫീസിലേക്ക്. അപ്പോൾ ആ ആക്ഷൻ, നടക്കുക എന്ന് പറയുന്ന ആക്ഷൻ എവിടെ ചെന്നാണ് എത്താൻ പോകുന്നത്? അത് എവിടെയാണ് റിസീവ് ചെയ്യപ്പെടുന്നത്? ഓഫീസിനകത്തേക്കാണ് നടന്ന് കയറുന്നത് അല്ലേ? അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന ആ ഒരു സംഭവം അത് ഓഫീസാണ്. അപ്പോൾ അത് അങ്ങനെ ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഉണ്ടാവുമല്ലോ സെൻറ്റൻസിൽ, അതിന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊരു സെൻറ്റൻസിൽ ഉണ്ടാവും. ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാൻ എളുപ്പമാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി ഹാസ് എ ബ്ലൂ കാർ. ഹി ജോണിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വീണ്ടും ജോൺ എന്ന് പറയണ്ട. ഹി, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവന്. അത് നിങ്ങൾ ബഹുമാനപൂർവ്വം എന്താണോ മലയാളത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിൽ വിചാരിച്ചോളൂ. ഇംഗ്ലീഷുകാർക്ക് എല്ലാം കൂടി ഹിയേ ഉള്ളൂ. ഹി ഹാസ് എ കാർ. ഹി പ്രൊനൗൺ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. അപ്പോൾ ഒരു പ്രൊനൗൺ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ജോൺ എന്ന് പറയുമ്പോൾ അത് നൗൺ ആണ്, ഇത് പ്രൊനൗൺ സബ്ജക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് എന്ത് വേണമെങ്കിലും ആകാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തിന് വേണമെങ്കിലും സബ്ജക്റ്റ് ആവും. അപ്പോൾ ഇവിടെ ഹി ഹാസ്
ഹാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്നാണ് അർത്ഥം. ഹാസിന് ഗ്രാമാറ്റിക്കലായിട്ട് വേറെ അർത്ഥമുണ്ട്. ഞാൻ അതിനൊരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതെന്തായാലും ഒന്ന് കാണണം. അപ്പോൾ ഇവിടെ ഹി ഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട്. എന്താണുള്ളത്? എ കാർ, ഒരു കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഹി ഹാസ് എ കാർ. അപ്പോൾ ഹാസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വേർബ്. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റും ഹാസ് എന്ന് പറയുന്നത് വേർബുമാണ്. ഓക്കെ, എന്താണുള്ളത്? ഒരു കാർ, എ കാർ. അപ്പോൾ കാറാണ് എന്ത്? ഒബ്ജക്റ്റ്. എന്താണുള്ളത്? കാറാണുള്ളത്. അല്ല, അപ്പോൾ കാറാണ് ആ ഒരു ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വേർബ് ഉണ്ടല്ലോ, അതിനെ റിസീവ് ചെയ്യുന്നത് കാറാണ്. ഹി ഹാസ് എ കാർ, ഒരു കാറുണ്ട്. അപ്പോൾ കാറാണ് ഒബ്ജക്റ്റ്, ഒരു കാർ. അപ്പം എ എന്ന് പറയുന്ന വേർഡ് ആർട്ടിക്കിൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ എന്നാണ് എ എന്ന് പറയുന്ന വേർഡിന് പറയുന്നത്. ഓക്കെ, എ കാർ. ഇതിൻ്റെ കൂടെ നമുക്ക് ആർട്ടിക്കിൾസ് എന്താണെന്നും കൂടെ പഠിച്ചിട്ട് പോവാം. ഇംഗ്ലീഷിൽ 3 ആർട്ടിക്കിൾസ് ആണുള്ളത്, എ, ആൻ, ദ. ഈ എക്കും ആനിനും ഒരേ അർത്ഥമാണ്, പക്ഷേ ആൻ ചില വാക്കുകളുടെ മുമ്പിലേ ഉപയോഗിക്കുള്ളൂ. അതെന്തുകൊണ്ടെന്നറിയോ? ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ആണല്ലോ ഉള്ളത്. അതിൽ 5 ലെറ്റേഴ്സ് അവരുടെ പേര് വവൽസ് എന്നാണ്, എ, ഇ, ഐ, ഒ, യു. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ അവർക്കൊരു പ്രത്യേകതയുള്ളത്? അത് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വായുടെ അകത്ത് ഒരു പോർഷനും കൂട്ടിമുട്ടില്ല, ഇങ്ങനെ തുറന്നിരിക്കും. ഈ 5 ലെറ്റേഴ്സും പറയുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് എയർ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു തടസ്സവും ഉണ്ടാവില്ല. എ, ഇ, ഐ, ഒ, യു. കണ്ടോ, തുറന്നിരിക്കുകയാണ്. ചുണ്ടോ പല്ലോ ഇവിടെ തൊണ്ടയോ ഒന്നും കൂട്ടിമുട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും 26 ലെറ്റേഴ്സിലെ ബാക്കി 21 ലെറ്റേഴ്സും പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കൂട്ടിമുട്ടുകയും ചെയ്യും. ആ എയർ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവും. ഇപ്പോൾ പി എന്ന് പറഞ്ഞു നോക്കൂ, പ. കണ്ട, ചുണ്ട് ബ്ലോക്കായി. ഡി, നാക്കും ആ മുകളിലെ ആ ഭാഗവും ബ്ലോക്കായി. ടി, അങ്ങനെ ഓരോന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ മുൻപിൽ ഒരു എന്ന് വരണമെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്പിൾ എന്ന് വരണമെങ്കിൽ നമ്മൾ എ ആപ്പിൾ എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ? എ ആപ്പിൾ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ടയിൽ കൂടെ നമ്മുടെ ശ്വാസം ഇങ്ങനെ അങ്ങ് ഫ്രീ ആയിട്ട് പോവാണ്. വീണ്ടും ആപ്പിൾ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ തൊണ്ട തുറന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിമ്മിഷ്ടം ഉണ്ടാവും. പറഞ്ഞു നോക്കി, എ ആപ്പിൾ, എ ആ എന്ന് നമുക്കിങ്ങനെ പറയുമ്പോൾ ഒരു സഫക്കേഷൻ ഇല്ലേ? അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് എ കഴിഞ്ഞ് എൻ എന്നൊരു ലെറ്റർ കൊണ്ടുവന്നത്, കോൺസ്റ്റൻറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് ശ്വാസം ഒന്നൊരു ആശ്വാസം കിട്ടും നമുക്ക്. പറഞ്ഞു നോക്കിയേ, ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ എളുപ്പമായില്ല. ആൻ എന്ന് പറയുമ്പോൾ ഒന്ന് അടഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും എ എന്ന് പറയാൻ തുറന്നാൽ മതി. മറ്റേത് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കണം. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇംഗ്ലീഷുകാർക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ കണ്ടുപിടിച്ചത്. അപ്പം മീനിങ് സെയിം ആണെങ്കിലും ഇതാണ് അതിൻ്റെ ഉപയോഗം. ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഇങ്ക് പോട്ട്, ആൻ ഓറഞ്ച്, ആൻ അംബ്രല. ശബ്ദമാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ലെറ്ററിനേക്കാൾ കൂടുതൽ ശബ്ദത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷെ മിക്കപ്പോഴും ഈ ലെറ്ററുകൾ വരുമ്പോൾ വവൽ ശബ്ദം തന്നെ ആയിരിക്കും. പക്ഷെ ചില കേസിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് മനസ്സിലാവണമെങ്കിൽ ഈ 2 വേർഡ്സ് ഒന്ന് നോക്കിയാൽ മതി. ആൻ അംബ്രല. അംബ്രല എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് സൗണ്ട് എന്താണ്? ആ എന്നാണ്. അപ്പം ആൻ അംബ്രല. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, എ യൂണിവേഴ്സിറ്റി. ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ അതിന് തൊട്ടു മുമ്പ് എ ആണ് യൂസ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ വവൽ ലെറ്റർ അവിടെ വരുമ്പോൾ ആൻ ഉപയോഗിക്കണം എന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എ എന്തുകൊണ്ട് ഉപയോഗിച്ചു? അത് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യൂണിവേഴ്സിറ്റി, യാ. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ അവിടെ യാ എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ വന്നത്. അപ്പം യാ എന്ന് പറയുമ്പോൾ അതൊരു കോൺസണന്റ് സൗണ്ടാണ്, വവൽ സൗണ്ട് അല്ല. അപ്പോൾ കോൺസണന്റ് സൗണ്ട് വരുമ്പോൾ എ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. പിന്നെ എയും ആനും എവിടെ യൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ മാറിക്കിട്ടും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഹി ഹാസ് എ ബ്ലൂ കാർ. അപ്പോൾ ബ്ലൂ കാർ എന്ന് പറഞ്ഞു. അപ്പോൾ കാറിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ വന്നു. നീല നിറമാണ് കാറിന്. കാർ എന്ന് പറഞ്ഞാൽ അതൊരു നൗൺ ആണല്ലോ, ഒരു പേരല്ലേ, ഒരു വാഹനത്തിൻ്റെ പേരല്ലേ. അപ്പം പേരുകളെല്ലാം നൗണാണ്. അപ്പം കാർ അതൊരു നൗണാണ്. ആ നൗണിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടില്ലേ? നീല നിറമാണ്. ആ ബ്ലൂ എന്ന് പറയുന്ന വേർഡിന് പറയുന്ന പേരെന്താണെന്നറിയോ? അഡ്ജക്റ്റീവ്. അപ്പോൾ നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡ്സിന് നമ്മൾ പറയുന്നത് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നല്ല നല്ല അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും പഠിച്ചു വെച്ചാൽ സൂപ്പറായിട്ട് നല്ല സ്റ്റൈലിഷ് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. മീനാസ് ഹെയർ ഇസ് ലോങ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ?
മീനാസ് ഹെയർ, മീനയുടെ മുടി. അപ്പൊ ഇത് രണ്ടും ചേർന്നാണ് സബ്ജക്റ്റ് ആവുന്നത് കേട്ടോ. മീനാസ് ഹെയർ ഈസ് ലോങ്. ഇവിടുത്തെ വേർബ് ഏതാണ്? ഈസ് എന്നുള്ളതാണ് വേർബ്. ഈസ് എന്ന് പറയുന്നത് ഒരു മെയിൻ വേർബാണ്. ആണ് എന്ന് പറയുന്ന മെയിൻ വേർബ് തന്നെയാണ് ഇവിടെ. അത് മെയിൻ വേർബ് ആണെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാ? നോക്കിയാൽ അറിയാലോ, വേറെ ഒരു വേർബും അവിടെ ഇല്ല. വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ സെന്റൻസിൽ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ലോങ് എന്ന് പറയുന്ന വേർഡില്ലേ, എന്തിനെയാ വിശേഷിപ്പിക്കുന്ന? മുടിയെയാണ് അല്ലേ. അപ്പോൾ മുടി എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലേ, ഹെയർ. അപ്പോൾ ആ ഹെയർ എന്ന് പറയുന്ന നൗണിനെ, അല്ലെങ്കിൽ മീനാസ് ഹെയർ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് ഇവിടെ ലോങ്. അപ്പോൾ ആ ലോങ്ങിന് എന്ത് പറയും? അഡ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ലോങ് അഡ്ജക്റ്റീവ് ആണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ഷീ വാഷസ് ഹെർ ഹെയർ വിത്ത് ഷാംപൂ വൺസ് എ വീക്ക്. അപ്പോൾ ഷീ, അപ്പം മീനയ്ക്ക് പകരം ഷീ എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അപ്പോൾ പകരം, നൗണിന് പകരം വരുന്ന വാക്കല്ലേ, അപ്പോൾ എന്താ പറയുക? പ്രൊനൗൺ. ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് ഷീ എന്ന് പറയുന്നു, പുരുഷനാണെങ്കിൽ നമ്മൾ ഹി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഷീ വാഷസ് കഴുകാറുണ്ട് എന്നാണ് അർത്ഥം. ഷീ വാഷസ് ഹെർ ഹെയർ വിത്ത് ഷാംപൂ കൊണ്ട് കഴുകും. വൺസ് എ വീക്ക്. അപ്പോൾ വിത്ത് ഷാംപൂ. എന്തുകൊണ്ടാണ് കഴുകുന്നത്? ഏത് രീതിയിലാണ് ഇത് കഴുകുന്നത്? ഷാംപൂ കൊണ്ട്. അപ്പോൾ ഒരു മാനറാണ് അല്ലേ. അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ പ്രപ്പോസിഷൻസ്? ആദ്യത്തെ സെന്റൻസിൽ നമ്മളൊരു പ്രപ്പോസിഷൻ കണ്ടു, ടു, ഡയറക്ഷൻ കാണിക്കുന്നത്. ഇവിടെ വിത്ത് ഷാംപൂ, മാനർ, എന്തുകൊണ്ടാണ് കഴുകിയെന്നുള്ളത്. അപ്പോൾ ഒരു സെന്റൻസിൽ പ്രപ്പോസിഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഈ പ്രപ്പോസിഷൻസ് ആണ് നമ്മളോട് പറയുന്നത് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് ഒരു കാര്യം ചെയ്യുന്നത്, ഏത് സമയമാണ്, ഏത് വിധമാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രപ്പോസിഷനാണ്. ഇപ്പോൾ ഐ ആം ഇൻ ദ ഓഫീസ്, ഞാൻ ഓഫീസിനകത്താണ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ഓഫീസിനകത്താണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ലൊക്കേഷൻ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇൻ പറയണം, അല്ലെങ്കിൽ അവർ പല സ്ഥലത്തും അന്വേഷിക്കും നമ്മൾ. ഐ ആം ഇൻ ദ ഓഫ്, ഐ ആം ഗോയിങ് ടു ദ ഓഫ്. അപ്പോൾ ഡയറക്ഷൻ, ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ടു ഡയറക്ഷനെ കാണിക്കുന്നു. വി ക്യാൻ മീറ്റ് അറ്റ് 5 o'clock, നമുക്ക് 5 മണിക്ക് കാണാം. മീറ്റ് എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. സമയം പറഞ്ഞപ്പോൾ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചാണ് സമയം പറയുന്നത്. അറ്റ് 5 o'clock. ലൊക്കേഷൻ പറയാനും അറ്റ് ഉപയോഗിക്കും കേട്ടോ. ഐ എം ഗോയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, ഏത് രീതിയിലാണ് പോകുന്നത്? ഫ്രണ്ട്സിന്റെ കൂടെ, മാനർ, വിത്ത് മൈ ഫ്രണ്ട്സ്. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. ജോൺ ആൻഡ് മീന വാക്ക് ഡെയിലി ടു ദെയർ ഓഫീസ്. അപ്പം ജോണും മീനയും രണ്ടുപേരെ നമ്മൾ എടുത്തു. അപ്പോൾ അവരെ രണ്ടുപേരെയും ചേർക്കാൻ വേണ്ടി നമ്മളൊരു വേർഡ് യൂസ് ചെയ്തില്ലേ, ആൻഡ്. അപ്പം ചേർക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോൺ ആൻഡ് മീന, ആൻഡ് കണക്ട് ചെയ്യാണ് ജോണും മീനയും. യും എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതിന് പകരം ഉള്ള ഇംഗ്ലീഷ് വേർഡാണ് ആൻഡ്. ജോൺ ആൻഡ് മീന വാക്ക് ഡെയിലി ടു ദെയർ ഓഫീസ്. അപ്പോൾ ഇവിടുത്തെ വേർബ് ശ്രദ്ധിച്ചോ, വാക്കായി. നമ്മൾ ആദ്യം പഠിച്ചതിൽ ജോൺ വാക്സ് ഡെയിലി ടു ഹിസ് ഓഫീസ് എന്നല്ലേ പറഞ്ഞത്. ഇവിടെ വാക്സ്, ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം. ഇത് വേർബിന്റെ 2 ഫോംസ് ആണ്, വാക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. നടക്കാറുണ്ട്, പോകാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇത് കേട്ടോ, മനസ്സിലാക്കിയോളെ. സിമ്പിൾ പ്രസന്റ് ടെൻസ്, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ്. അവിടെ ഒരാളെ ഉള്ളൂ എങ്കിൽ, ഇപ്പൊ ജോൺ മാത്രമാണെങ്കിൽ വേർബില് എസ് ഉണ്ടാവും, വാക്സ്. അപ്പൊ ജോൺ എന്ന് പറയുന്ന ആള് സിംഗിൾ ആണ്, അപ്പൊ വേർബ് സിംഗുലർ ആണ്. എന്ന് പറഞ്ഞാൽ അവസാനം എസ് ഉണ്ടാവും, എസ്ഒ അല്ലെങ്കിൽ ഇ എസ്ഒ കാണും. എന്തായാലും എസ് അവസാനം വരും. ഇനി ജോൺ ആൻഡ് മീന എന്ന് പറഞ്ഞപ്പോൾ 2 പേരായില്ലേ, അപ്പൊ സിംഗിൾ അല്ലല്ലോ, സിംഗിൾ അല്ല, ജോൺ ആൻഡ് മീന. അപ്പോൾ വേർബില് എസ് വേണ്ട, ഇവർ സിംഗിൾ അല്ലാത്തത് കൊണ്ട് വേർബിൽ എസ് വേണ്ട എന്ന് ഓർത്ത് വെക്കണം. അപ്പം ജോൺ ആൻഡ് മീന എന്ന് പറയുമ്പോൾ വാക്ക് എന്ന് പറയും. പക്ഷെ ഇത് നോക്കിയോളൂ, ഐ ഗോ എന്നാണ് പറയുക. അപ്പോൾ അവിടെ നിങ്ങൾ ചോദിക്കും ഐ സിംഗിൾ അല്ലേ, ഗോയിലെ എസ് ഇല്ലല്ലോ എന്ന്. അതൊരു പ്രത്യേക നിയമമാണ് അതിൻ്റെ പിന്നിൽ. കാരണം ഐ എന്ന് പറയുന്ന ആളുടെ ഒരു പ്രത്യേക പ്രിവിലേജ് ആണ്. അയാൾ പറഞ്ഞു എനിക്ക് എസ് വേണ്ടെന്ന്. അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഐ എന്ന് പറയുന്ന അഹങ്കാരി പറഞ്ഞു എനിക്ക് എസ് വേണ്ട, എനിക്ക് എസ് ഇല്ലാതെ മതി. അപ്പോൾ ഇംഗ്ലീഷുകാരങ്ങ് സമ്മതിച്ചു എന്ന് നിങ്ങളിങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പം ഐ ഗോ, ഐ ഈറ്റ്, അത് ഒരാളെ ഉള്ളൂ എങ്കിലും അതാണ് അവിടുത്തെ കാര്യം. പക്ഷേ ഹീ ആണെങ്കിൽ ഹീ ഗോസ്, ദേ ആണെങ്കിലോ ദേ കം, ദേ ഗോ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർത്തുകൊണ്ട്
ബാക്കി ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം നിങ്ങൾ വേർബിനെ മാച്ച് ചെയ്ത് എഴുതിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇനി ഒരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത് ആരാന്നറിയാമോ? ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇൻജെക്ഷൻ പോലെ തോന്നുന്നുണ്ടോ? ഈ എക്സാമ്പിൾ കേട്ടോളൂ. മീന ആൻഡ് ജോൺ വാക്ക് ഡെയിലി ടു ദെയർ ഓഫീസ്. അവരുടെ ഓഫീസിലേക്ക് അവർ എന്നും നടന്നാണ് പോകുന്നത് എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടു എന്ന ഒരാൾ പറഞ്ഞു, വൗ ദാറ്റ്സ് അമേസിങ്. ഓഹ് അല്ലേ, അയാൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുന്ന വാക്കുകൾ, ഒരു ഔട്ട്ബേസ്റ്റ് ഓഫ് അവർ ഇമോഷൻസ്, അതാണ് ഇന്റർജെക്ഷൻ. വാവ്, ഹോ കഷ്ടം എന്ന് നമ്മൾ പറയില്ല, അല്ലാസ്. ഇപ്പൊ വേദന എടുക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഔച്ച്. നമുക്ക് ആകെ നിരാശ വരുമ്പോൾ നമ്മൾ എന്താ പറയാ? ഓ നോ. സന്തോഷം വരുമ്പോൾ ഏയ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു അറപ്പ് വരുമ്പോൾ എന്ന് പറയും അല്ലേ? അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മുടെ ഇമോഷൻസിന്, ആ വേർഡ്സിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല, പക്ഷെ ആ ശബ്ദം കൊണ്ട് നമ്മുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. ഇനി ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, കൺഫ്യൂഷൻസ് തീർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരുവേ ശരണം.